ഒന്നാമത്തെ കാര്യം, ഈ പട്ടിക എന്ന് പറഞ്ഞ് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അത് ഔദ്യോഗികമായിട്ട് ആരും പുറത്തുവിട്ടിട്ടുള്ള ഒരു പട്ടികയല്ല. കാരണം ഇത് സംബന്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു കരട് രേഖ എവിടെ നിന്ന് ആർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കരട് ഞങ്ങളുടെ 3 മണിക്ക് ചേർന്ന യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തയ്യാറാക്കിയ ഒരു പട്ടികയാണ് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് രാവിലെ മുതൽ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 14,800 എന്നുള്ള കണക്കോ അതിൽ കൊടുത്തിരിക്കുന്ന 64 എന്നുള്ള കണക്കോ അല്ല ഈ 3 മണിക്കുള്ള യോഗത്തിന് ശേഷം ഞങ്ങൾ അന്തിമ രൂപം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എത്ര ആളുകളെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ അത് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ തീരുമാനം അനുസരിച്ചിരിക്കും. ആരൊക്കെ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഉള്ള ഇന്ത്യക്കാർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. ആ തയ്യാറെടുപ്പുകൾ ഞങ്ങൾ തുടങ്ങിയത് ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിലാണ്. ഞാൻ മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ആ ഘട്ടങ്ങളിൽ വന്നപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആ സമയത്തുള്ള പരസ്യപ്പെടുത്തിയിട്ടുള്ള ആ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ ആളുകളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, തയ്യാറെടുപ്പുകൾ അന്ന് മുതൽ തുടങ്ങുകയായിരുന്നു. ഒരുപക്ഷെ താങ്കൾക്കും മനസ്സിലാകും, ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് പ്രധാനമന്ത്രിയുടെ തീരുമാനമുണ്ടായതിനു ശേഷം ഈ കാര്യം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇന്ന് രാവിലെ 3 ഇന്ത്യൻ നേവിയുടെ കപ്പലുകൾ മാലിയിലേക്കും ഇറാനിലേക്കും യാത്ര തിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് താങ്കൾക്ക് ഉൾപ്പെടെ ഊഹിക്കാൻ കഴിയും. അതുകൊണ്ട് വിദേശകാര്യ വകുപ്പ് ഈ തയ്യാറെടുപ്പുകൾ നടത്താൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസമായി. ഇന്നലെ അത് അന്തിമ തീരുമാനം എന്നുള്ള നിലയിൽ വിദേശകാര്യമന്ത്രി പ്രധാനമന്ത്രിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത് കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പായിട്ട് പുറത്തിറക്കി. ഇന്ന് ഞങ്ങൾ വൈകുന്നേരം വിദേശകാര്യ വകുപ്പിന്റെ ഉന്നതതല യോഗം, അതിനുശേഷം സിവിൽ വ്യോമയാന വകുപ്പുമായിട്ട് ചേർന്നുള്ള ചർച്ചകൾ, ഈ ചർച്ചകൾ ഒക്കെ ഏതാണ്ട് പൂർത്തിയായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴും ആദ്യത്തെ ആഴ്ചയുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പോലും വിമാനത്താവളങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടിയ കരട് പട്ടികയിലും ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായും മിനിസ്റ്റർ, അതുകൊണ്ടാണ് ഇത് തന്നെയാണോ അന്തിമ പട്ടിക എന്ന് ചോദിച്ചത്. ആ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയാവുന്ന ഒരേ ഒരു വ്യക്തി താങ്കളാണ്. എന്തായാലും താങ്കൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം വളരെ പ്രധാനമാണ്. കാരണം കാത്തിരിക്കുന്ന, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഇത് വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണ്. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും തിരിച്ചെത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ടം എന്നത് മാത്രമേ ഇപ്പോൾ പ്രസക്തമായ ഒരു കാര്യമായുള്ളൂ. എല്ലാവരെയും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. എല്ലാവരെയും കൊണ്ടുവരും എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അതിന്റെ സമയക്രമം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ധാരണയായിട്ടുണ്ടോ മിനിസ്റ്റർ? അതായത് പല ഘടകങ്ങൾ ഇതിൽ പ്രസക്തമാണ്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ക്യാബിനറ്റ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറിമാരുമായിട്ട് നടത്തിയ വീഡിയോ കോൺഫറൻസിൽ തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു. അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറി എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും കത്തയച്ചിരുന്നു. ഇപ്പോഴും നോഡൽ ഓഫീസർമാരെ തീരുമാനിക്കാത്ത സംസ്ഥാനങ്ങളുണ്ട്. പ്രവാസികൾ തിരിച്ചു വരുന്നതിൽ വിമുഖത കാണിക്കുന്ന ചില സംസ്ഥാനങ്ങളുമുണ്ട്. ഇത് ഒരു ഘടകമാണ്. പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട തയ്യാറെടുപ്പുകൾ. 2, വിമാനങ്ങളുടെ കാര്യത്തിലുള്ള ലഭ്യത. ആ ലഭ്യത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഈ ആഴ്ച എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആളുകളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അടുത്ത ആഴ്ച അത് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പില്ല. കാരണം അതിൽ മാറ്റങ്ങൾ വരാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. അപ്പോൾ ആ വിമാനങ്ങളുടെ ലഭ്യത, ആ വിമാനങ്ങൾക്ക്
അവിടെ ഇറങ്ങുന്നതിനുള്ള അനുവാദങ്ങൾ, ഇതിനാവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, ഇതെല്ലാം പൂർത്തിയാകുന്നതിനനുസരിച്ച് ആണ് എത്ര സമയമെടുക്കും എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. ഞങ്ങളിപ്പോൾ ഘട്ടം ഘട്ടമായി എന്ന് പറയുന്നതിന്റെ അർത്ഥം ആദ്യഘട്ടത്തിൽ ഇത്ര ആൾക്കാരെ കൊണ്ടുവരിക, രണ്ടാമത്തെ ഘട്ടത്തിൽ ഇത്ര ആൾക്കാരെ കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു ഘട്ടത്തെക്കുറിച്ചും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതൊരു തുടർ പ്രക്രിയയായിട്ട് നടക്കും. വരാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളെയും കൊണ്ടുവരുന്നത് വരെ അത് തുടരും. അപ്പോൾ മിനിസ്റ്റർ, കേരളത്തിൽ ഇപ്പോൾ മലയാളികൾ തിരിച്ചു വരാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 4 ലക്ഷത്തിലധികം വരും. 4.5 ലക്ഷത്തിനടുത്ത് ആളുകൾ ഇതിനോടകം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടങ്ങൾ നോക്കാതെ തന്നെ അവർക്കെല്ലാം തിരിച്ചു വരാൻ കഴിയും എന്നാണ് താങ്കൾ ഉറപ്പ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ നോർക്ക നടത്തിയിട്ടുള്ള രജിസ്ട്രേഷന്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നോർക്ക തന്നെ പറഞ്ഞത് ഇത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല, ഇത് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ക്വാറന്റൈൻ സംവിധാനം ഏർപ്പെടുത്താനാണെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. നോർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം, തിരിച്ചു വരാനുള്ള ആളുകളുടെ ഏർപ്പാടുകൾ അവർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കാം. വിദേശകാര്യ വകുപ്പ് ചെയ്തിരിക്കുന്നത് എല്ലാ എംബസികളോടും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്, രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ നടപടികളിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണോ ആളുകൾ വരാൻ താല്പര്യമുള്ളത് ആ ആളുകൾ അവരോട് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യം, നിങ്ങൾക്ക് പോകാൻ സൗകര്യമുള്ള വിമാനത്താവളം. ഒരു വിമാനത്തിൽ പോകാൻ ആളുകൾ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു പ്രത്യേക വിമാനത്താവളത്തിലേക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന്, തീർച്ചയായിട്ടും അവരെ അവിടെ കൊണ്ടുവരാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ 4 ലക്ഷത്തിന്റെ കണക്ക് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന കണക്ക് ഞങ്ങൾ അതിന്റെ ആകെ സംഖ്യ എത്രയാണെന്ന് കൂട്ടി നോക്കിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 1,97,000 പേര് UAE-യിൽ രജിസ്റ്റർ ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു. കാരണം ഇന്ന് ഞങ്ങൾ ഈ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് UAE-യിലെ അംബാസഡർ, US-ലെ അംബാസഡർ, മാലദ്വീപുകളിലെ അംബാസഡർ, സിംഗപ്പൂരിലെ അംബാസഡർ, ഇവരുമായിട്ട് വീഡിയോ കോൺഫറൻസ് അടക്കം നടത്തിയിട്ടാണ് ഇന്നത്തെ ചർച്ചകൾ ഞങ്ങൾ തൽക്കാലം അവസാനിപ്പിച്ചത്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് മാലിയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള അംബാസഡർ ഉൾപ്പെടെ വിവരങ്ങൾ മുഴുവൻ തന്നു. അതിൽ ഇതാണ് കണക്ക്. അതുകൊണ്ട് ഈ 4 ലക്ഷത്തിന്റെ കണക്ക് ഏതാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മറ്റൊരു കണക്ക് മിനിസ്റ്റർ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് 1,69,136 പേരെ മുൻഗണനാ പട്ടികയിൽ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ്. കേന്ദ്രത്തിന് ഔദ്യോഗികമായി കൈമാറിയിട്ടുണ്ട് എന്നാണ്. ആ പട്ടിക കിട്ടിയിട്ടുണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ഒരു പട്ടികയില്ല. കാരണം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരോടക്കം സംസാരിച്ചു. അദ്ദേഹം കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് എനിക്കറിയില്ല. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അതായത്, ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പത്രസമ്മേളനം നടത്തിയ 5 മണിക്കാണ്. ഞങ്ങളുടെ യോഗം കഴിയുന്നത് 6 മണിക്കാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപേ അദ്ദേഹത്തിന് എവിടെ നിന്ന് വിവരം കിട്ടി? 80,000 പേരെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതായിട്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു 6-7 പട്ടികയും പറഞ്ഞു, മുൻഗണനയിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ. അദ്ദേഹം പറഞ്ഞ 7 പട്ടികകൾ, 7 മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന ഇതും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയാത്തൊന്നും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത്, നമ്മുടെ രാജ്യത്ത് മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാത്തൊരു കാര്യമാണത്. അതുൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 8 വിഭാഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും ഞങ്ങൾ ഇന്നത്തെ കരട് യോഗത്തിന് വേണ്ടി തയ്യാറാക്കിയ പട്ടികയാണിത്. ഇതിൽ അദ്ദേഹം പറഞ്ഞ 7 ഞാൻ ടിക്ക് ചെയ്തു. അദ്ദേഹം പറയാത്ത ഒരെണ്ണം ഉണ്ട്. ഇത് ഉൾപ്പെടെയാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി പറയുന്നത് എവിടെ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. മിനിസ്റ്റർ, അപ്പോൾ കേരളത്തെ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് അറിയിച്ചിട്ടുണ്ട്? കേന്ദ്രത്തിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ സംസ്ഥാനങ്ങളെ അറിയിച്ചിട്ടുണ്ട്? സംസ്ഥാനം കൂടി തയ്യാറാകണമല്ലോ. എത്ര പേർ വരും എന്നാണ് കേരളത്തിനടക്കം നൽകിയിരിക്കുന്ന അറിയിപ്പ്? ഒന്നാമത്തെ കാര്യം, എത്ര പേര് വരും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിയാണ്. കാരണം എംബസികളിൽ, ഓരോ രാജ്യത്തെയും എംബസികളിൽ രജിസ്റ്റർ ചെയ്യുന്ന സംഖ്യ അനുസരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ വിവരം കിട്ടുന്നത്.
ഇനി അതിനു കൂടി ഞാനൊരു കാര്യം പറയാം. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് കേട്ടു. മുഖ്യമന്ത്രി 2 കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെ കേന്ദ്രം ഒന്നും അറിയിച്ചിട്ടില്ല എന്നൊരു സ്ഥലത്ത് പറഞ്ഞതായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എനിക്ക് കിട്ടിയ വിവരങ്ങളാണ്. കേന്ദ്രം ഞങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നും പറഞ്ഞു. പിന്നെ അദ്ദേഹം കുറെ വിവരങ്ങൾ കേന്ദ്രത്തിൽ നിന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എന്നും പറഞ്ഞിട്ടും പറഞ്ഞു. ഞങ്ങള് എല്ലാ വിവരങ്ങളും എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടും പങ്കുവെക്കാനായിട്ടുള്ള ഒരു സംവിധാനം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, അങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതിന്റെ ട്രയൽ റൺ ഇന്ന് ഞങ്ങളുടെ യോഗത്തിൽ നടന്നു. അത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതല്ല. സംസ്ഥാന സർക്കാരുകൾ, ഇന്ത്യൻ എംബസികൾ, കേന്ദ്ര സർക്കാരിൽ ഈ ശ്രമവുമായിട്ട് ഈ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വകുപ്പുകൾ, ഉദാഹരണത്തിന് നേവി ഉൾപ്പെടെ കപ്പലുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്, വിദേശകാര്യ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ, ഈ വകുപ്പുകൾക്ക് അതേ സമയത്ത് റിയൽ ടൈം ഇൻഫർമേഷൻ, അതായത് അബുദാബിയിലെ ഇന്ത്യൻ എംബസി 7-ാം തീയതി വൈകുന്നേരം അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഇന്ന ആളുകളാണ് എന്നുള്ള പ്രാഥമിക ലിസ്റ്റ്. കാരണം പ്രാഥമിക ലിസ്റ്റ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ത്യൻ എംബസി ആ ലിസ്റ്റ് തയ്യാറാക്കി വിമാന കമ്പനികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിമാന കമ്പനി അവർക്ക് ടിക്കറ്റ് കൊടുക്കും. പക്ഷെ അതേ സമയത്ത് അവരുടെ കോവിഡിനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധന അവർ കയറുന്നതിന് മുൻപ് നടത്തി, അതിൽ ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് ആണെന്നിരിക്കട്ടെ, അവർ കയറില്ല, അവരെ കയറാൻ അനുവദിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ കരട് പട്ടിക ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അത് മിക്കവാറും അതിന്റെ ഒരു അന്തിമ രൂപത്തിലാണ്. ഒരുപക്ഷെ നാളെ രാവിലെയോ നാളെ ഉച്ചയോടുകൂടിയോ ആ വിവരങ്ങൾ ഉൾപ്പെടെ അത് ഫംഗ്ഷനലൈസ്ഡ് ആവും. അപ്പോൾ സംസ്ഥാന സർക്കാരിനും കിട്ടും. മിനിസ്റ്റർ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ താങ്കൾ പറഞ്ഞു. കോവിഡ് പരിശോധന നടത്തിയ ശേഷം തന്നെയാണ് പ്രവാസികളെ വിമാനത്തിൽ കയറ്റുന്നത്. കോവിഡ് പരിശോധന തീർച്ചയായിട്ടും എനിക്ക് അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമേ അതിൽ ശരിയായിട്ടുള്ളൂ. അതായത് കേന്ദ്രം ഞങ്ങളെ ഒന്നും ഇതുവരെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞത് അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകവും പരിപൂർണമായും വസ്തുതാവിരുദ്ധവും ആയിട്ടുള്ള കാര്യങ്ങളാണ്. കോവിഡ് പരിശോധനയെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറയാം. കോവിഡ് പരിശോധനയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അദ്ദേഹം അതിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഈ മനോരമ ചാനലിലൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതേ കാര്യം ഞാനൊരു 2 ആഴ്ച മുമ്പേ മനോരമ ചാനലിൽ പറഞ്ഞിരുന്നു. ആളുകളെ കൊണ്ടുവരുന്നതിനുള്ള തടസ്സങ്ങൾ, അതായത് ഒരു വിമാനത്തിൽ ഒരാൾക്കെങ്കിലും വൈറസ് ബാധിച്ചിട്ടുള്ള ആളുണ്ടെങ്കിൽ അത് മുഴുവൻ ആളുകൾക്കും പടരും. അത് ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ആളുകളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞത്, അവരൊക്കെ നമ്മുടെ നാട്ടുകാരല്ലേ, അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ. അപ്പൊ അന്ന് ഇത് പറഞ്ഞപ്പോ അദ്ദേഹം അതിന് കടകവിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്തു. ഇന്ന് അദ്ദേഹം ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു ലോകരക്ഷകന്റെ അവതാര പുരുഷനായിട്ട് അവതരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിദേശകാര്യ വകുപ്പ് പോലുമല്ല ഈ കാര്യം തീരുമാനിക്കുന്നത്. ഇത് ICMR ആണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തീരുമാനിക്കുന്നത്. ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഉണ്ടാകും. അന്തിമമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്നതിന് ശേഷം അവർ 7 ദിവസമാണോ 14 ദിവസമാണോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആണോ ഹോം ക്വാറന്റൈൻ ആണോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ICMR-ന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് നടപ്പിലാകുക. അത് വിദേശകാര്യ വകുപ്പ് ഉൾപ്പെടെ പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ അവിടെ നിന്നുള്ള ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, വിമാനങ്ങളിൽ 200ഓളം പേര് വരും. 200ഓളം പേര് വരും. അതിനകത്ത് സാമൂഹ്യ അകലം പാലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ആലോചിച്ചിരിക്കുന്നത് 200ഓളം പേര് കൊണ്ടുവരുമ്പോ
ഒരു പ്രത്യേക ഐസൊലേഷൻ പോയിന്റ് വിമാനത്തിനകത്ത് സൃഷ്ടിക്കണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഈ ടെസ്റ്റൊക്കെ നടത്തിയതിനു ശേഷം വിമാനത്തിനകത്ത് കയറിയിരിക്കുന്ന ആൾക്ക് യാത്രക്കിടയിൽ, ഉദാഹരണത്തിന് US-ൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ 16-17 മണിക്കൂർ യാത്രയാണ്. ഗൾഫിൽ നിന്ന് പോലും 3-4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ അതിനിടയിൽ ഒരാൾക്ക് രോഗലക്ഷണം കാണിച്ചു എന്നിരിക്കട്ടെ, ആ കാണിക്കുന്ന ആളുകളെ വിമാനത്തിനകത്ത് ഐസൊലേഷനിൽ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ, വിമാനത്തിലെ ക്രൂവിന് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE ഉൾപ്പെടെ ധരിച്ചിട്ടുള്ള ക്രൂ, അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം തന്നെ ഏതാണ്ട് തീരുമാനങ്ങളുടെ അന്തിമഘട്ടത്തിലാണ്. അതിനു മുൻപേ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് ആര് കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് വലിയ അത്ഭുതമാണ് തോന്നുന്നത്. അതിപ്രധാനമാണ് താങ്കൾ ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ആദ്യമായി പുറത്തുവരുന്ന വിവരങ്ങൾ കൂടിയാണ് താങ്കൾ ഇപ്പോൾ മനോരമ ന്യൂസിലൂടെ പങ്കുവെക്കുന്നത് മിനിസ്റ്റർ. അപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കോവിഡ് ടെസ്റ്റ് തന്നെ നടക്കും, സ്ക്രീനിംഗ് അല്ല. ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ കേന്ദ്ര സർക്കാരിന്റേതായി വന്ന വാർത്താക്കുറിപ്പിലും തെർമൽ സ്ക്രീനിംഗ് എന്ന് മാത്രമാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ ഇന്നാണ് അന്തിമ തീരുമാനമുണ്ടായത്. ഈ കോവിഡ് പരിശോധന നടക്കുക, ഇപ്പോൾ അബുദാബിയിലുള്ള ആളുകൾക്കാണെങ്കിൽ കോവിഡ് പരിശോധന നടത്തുക അബുദാബിയിൽ വെച്ചാണോ അതോ നമ്മുടെ മെഡിക്കൽ സംഘം പോയിട്ടാണോ അവിടെ പരിശോധന നടത്തുക? അല്ല, നമ്മുടെ സംഘം പോവുക എന്നുള്ളത് പ്രായോഗികമായിട്ട് നടക്കില്ല. കാരണം മുൻകാലങ്ങളിൽ നമ്മൾ ഇറ്റലിയിലും ഇറാനിലുമൊക്കെയുള്ള ആളുകളുടെ കോവിഡ് പരിശോധന നടത്താൻ ഇന്ത്യൻ സംഘത്തെ അയച്ചപ്പോൾ അവിടെ ചെന്ന് അവരുടെ ടെസ്റ്റ് നടത്തി അതിവിടെ അയച്ച് പരിശോധിച്ച് 3 ദിവസം എടുത്തു. അതുകൊണ്ട് കോവിഡ് സർട്ടിഫിക്കറ്റുമായിട്ട് വരണം എന്നാണ് നമ്മൾ ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ സർട്ടിഫിക്കറ്റുകൾ അവിടെ നിന്ന് അവർ തന്നെ ഉണ്ടാക്കണം. അല്ലാത്ത ആളുകളെ തെർമൽ സ്ക്രീനിംഗ് ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് എന്റെ വാക്ക് അന്തിമ വാക്കല്ല, ICMR-ന്റെ പ്രോട്ടോകോൾ. ആ പ്രോട്ടോകോളാണ് അന്തിമ തീരുമാനം. ICMR-ന്റെ പ്രഖ്യാപനം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഇന്നോ നാളെയോ പുറത്തിറങ്ങുമ്പോൾ, ഞാൻ പ്രതീക്ഷിക്കുന്ന ഇന്ന് രാത്രി വൈകി രാത്രിയെങ്കിലും പുറത്തിറങ്ങുമെന്നാണ്. അത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും. എന്തായാലും കോവിഡ് പരിശോധന നടത്താത്തവർ വിമാനത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങില്ല. തീർച്ചയായിട്ടും ഇല്ല. ശ്രീ VS സുനിൽകുമാർ മിനിസ്റ്റർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VS സുനിൽകുമാർ, ഇത് കോവിഡ് പരിശോധനയുടെ ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. പറഞ്ഞോളൂ ശ്രീ മുരളീധരൻ.